തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, മദർ തെരേസയുടെ മനോഹരമായ ചിന്തകളടങ്ങുന്ന ഒരു പുസ്തകമാണ് സ്നേഹം എന്ന സന്തോഷം. അവിടെ മദർ തെരേസയോട് ആരോ ചോദിക്കുന്നുണ്ട്, മദർ ജനറൽ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും? മദർ തെരേസ പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ്. അവർ പറഞ്ഞു, ടോയ്ലറ്റും ഓടകളും കഴുകുന്നതിൽ ഞാൻ മിടുക്കിയാണ്. ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളാണ് മദർ തെരേസ. മദർ ജനറൽ സ്ഥാനത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ ഒരിക്കലും അതവരെ ഭയപ്പെടുത്തുന്നില്ല. കാരണം മദർ തെരേസ കൂട്ടിച്ചേർക്കുന്നു, നാം എന്ത് ചെയ്യുന്നു എന്നതിലല്ല, എത്രമാത്രം സ്നേഹത്തോടെ ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും പ്രാധാന്യമിരിക്കുന്നത്. താനൊരു ടോയ്ലറ്റ് കഴുകുകയാണെങ്കിലും ഓട കഴുകുകയാണെങ്കിലും ഒരു കുഷ്ഠരോഗിയെ വെച്ച് കെട്ടുകയാണെങ്കിലും അതെല്ലാം ഈശോയുടെ മുമ്പിൽ വിലപ്പെട്ട ശുശ്രൂഷയാണ് എന്ന ബോധ്യം മദർ തെരേസയ്ക്കുണ്ടായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ സ്ഥാനമാനങ്ങളുടെയും പ്രശസ്തിയുടെയും അറിയപ്പെടാനുള്ള വ്യഗ്രതയുടെയും ഒരു നെട്ടോട്ടം നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധരെല്ലാം അറിയപ്പെടാതിരിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ്. നമുക്കറിയാം, അൽഫോൺസാമ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ തിരുമുറിവിൽ ഒരു ചെറിയ തരിയായി മറഞ്ഞിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മദർ തെരേസയുടെ വാക്കുകൾ ഓർക്കാം. മദർ ജനറൽ സ്ഥാനത്ത് നിന്ന് നാളെ ഇറങ്ങിപ്പോകുമ്പോൾ ചെറിയവരിൽ ചെറിയവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്താൻ മദർ തെരേസയ്ക്ക് കഴിയുമായിരുന്നു. കാരണം അവരുടെ സ്നേഹം സന്തോഷമായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തഴയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ, നമുക്ക് അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് മറ്റുള്ളവരെ കയറി വരുമ്പോൾ ഈ മദർ തെരേസയുടെ മനോഭാവം നമ്മളെ ഈശോയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കട്ടെ. ആമേൻ. നുറുങ്ങുവെട്ടം